OWASPന്റെ വെബ് ആപ്ലിക്കേഷൻ വൾണറബിലിറ്റിയിൽ ടോപ്പ് 1 ആയി നിൽക്കുന്ന വൾണറബിലിറ്റിയാണ് ബ്രോക്കൺ ആക്സസ് കൺട്രോൾ. ഈ വീഡിയോയിലുള്ള ബ്രോക്കൺ ആക്സസ് കൺട്രോൾ എന്താണ്, അതെങ്ങനെ സംഭവിക്കുക എന്ന് നോക്കാം. ബ്രോക്കൺ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനോ പ്രോപ്പർലി ആക്സസ് കൺട്രോൾ സെറ്റ് ചെയ്യാതിരിക്കുക. അതിൽ വരുന്ന ഇഷ്യൂ കൊണ്ടാണ് ബ്രോക്കൺ ആക്സസ് കൺട്രോൾ വൾണറബിലിറ്റി ഉണ്ടാകുക. ഫസ്റ്റ് ആക്സസ് കൺട്രോൾ എന്താണെന്ന് നോക്കാം. ഒരു റെസ്റ്റോറന്റിൽ കിച്ചണിലേക്ക് പോകാൻ അവിടെ വന്ന കസ്റ്റമേഴ്സിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. സ്റ്റാഫിനോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന വേറെ ആർക്കെങ്കിലും മാത്രം അതിനുള്ളിലേക്ക് പോവാൻ പെർമിഷൻ ഉണ്ടാവുള്ളൂ. അതൊരു ആക്സസ് കൺട്രോൾ എന്ന് പറയാം. ഇനി ആ റെസ്റ്റോറന്റിൽ തന്നെ ആർക്ക് വേണമെങ്കിലും കയറി പോകാൻ പറ്റുന്ന രീതിയിൽ ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അവിടെ വന്ന കസ്റ്റമേഴ്സിന് അതിനുള്ളിലേക്ക് കയറി പോകാൻ പറ്റുകയാണെങ്കിൽ അവിടെ ആക്സസ് കൺട്രോൾ ബ്രേക്ക് ആവുകയാണ്. അതിനെ ബ്രോക്കൺ ആക്സസ് കൺട്രോൾ എന്ന് പറയാം. ഇനി ഇവിടെ വരികയാണെങ്കിൽ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിസ്റ്റത്തിൽ പലതരം യൂസേഴ്സ് ഉണ്ടാവും. ലൈക്ക് നോർമൽ യൂസേഴ്സ്, അഡ്മിന്, മാനേജർ, ക്രിയേറ്റർ, അങ്ങനെ കുറെ യൂസേഴ്സ് ഉണ്ടാവും ഒരു വെബ്സൈറ്റിലോ സിസ്റ്റത്തിലോ. അവർ ഓരോരുത്തർക്ക് ഓരോരോ പെർമിഷനാണ് ഉള്ളത്. ഇത് സ്മൂത്തായി വർക്ക് ചെയ്യാൻ വേണ്ടി പെർമിഷൻസ് സെറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഈ പെർമിഷൻ സെറ്റ് ചെയ്തതിൽ വല്ല ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് ബ്രോക്കൺ ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വെർട്ടിക്കൽ ആക്സസ് കൺട്രോൾ, ഹൊറിസോണ്ടൽ ആക്സസ് കൺട്രോൾ എന്ന് രണ്ട് ടൈപ്പ് ഉണ്ട്. ആദ്യം വെർട്ടിക്കൽ ആക്സസ് കൺട്രോൾ നോക്കാം. ഒരു വെബ്സൈറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു ബാങ്കിന്റെ വെബ്സൈറ്റ്, നോർമൽ യൂസർ ഉണ്ട്. ആ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ഇയാൾക്ക് അഡ്മിൻ പേജ് ആക്സസ് ചെയ്യാൻ പെർമിഷൻ ഉണ്ടാവില്ല, കാരണം അവിടെ ഒരു ആക്സസ് കൺട്രോൾ ഉണ്ടാവും. പക്ഷേ ആ നോർമൽ യൂസറിന് അഡ്മിൻ ആക്സസ് കിട്ടിയാൽ അതിനെ പറയുന്ന പേരാണ് വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷൻ. ഇനി ഒരു യൂസറിന് ആ ബാങ്കിന്റെ സൈറ്റിലൂടെ അയാളുടെ അക്കൗണ്ട് നമ്പർ, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് നോക്കാൻ പറ്റും. പക്ഷെ വേറൊരാളുടെ ഡാറ്റ ഇയാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു ആക്സസ് കൺട്രോൾ ഉണ്ട്. ഇനി എങ്ങനെ ഈ യൂസറിന് മറ്റേ യൂസറിന്റെ അക്കൗണ്ടിലേക്ക് കയറാൻ പറ്റുകയാണെങ്കിൽ അതിനെ ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറയും. ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. പോർട്സുഗർ വെബ്സൈറ്റിലാണ് ഇതിന്റെ എക്സാമ്പിൾ നോക്കുന്നത്. അൺപ്രൊട്ടക്റ്റഡ് അഡ്മിൻ ഫംഗ്ഷനാലിറ്റി എന്ന ഈ ലാബ് നോക്കാം. ഈ ലാബിൽ അൺപ്രൊട്ടക്റ്റഡ് ആയ ഒരു അഡ്മിൻ പാനൽ ഉണ്ട്. അത് കണ്ടുപിടിച്ച് കാർലോസ് എന്ന യൂസറിനെ ഡിലീറ്റ് ചെയ്യണം. അതാണ് ഈ ലാബിന്റെ ടാസ്ക്. ലാബ് ആകുമ്പോൾ ആക്സസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു വെബ്സൈറ്റ് ലോഡായി വന്നു. ഇനി അഡ്മിൻ പാനൽ കണ്ടുപിടിക്കണം. ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡെവലപ്പേഴ്സ് ചിലപ്പോൾ മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ഹിഡൻ ആയ ഒരു നോർമൽ യൂസറിന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പബ്ലിക്കലി ഷോ ചെയ്യാൻ പറ്റാത്ത അഡ്മിൻ പാനലിന്റെ പാത്ത് സോഴ്സ് പേജിലോ അല്ലെങ്കിൽ robot.txt എന്ന അതിലോ എഴുതിയിടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഒന്ന് കയറി നോക്കാം. ഫസ്റ്റ് robots.txt എന്ന പാത്തിൽ പോയി നോക്കാം. /robots.txt എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നോക്കിയാൽ കാണാം disallow/administrator panel പറഞ്ഞിട്ട് ഒരു പാത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പാത്തിൽ ഒന്ന് പോയി നോക്കാം. ഇവിടെ രണ്ട് യൂസറിനെ കാണാം. ഒന്ന് വീനറും പിന്നെ ഒന്ന് കാർലോസും. കാർലോസിനെ ഡിലീറ്റ് ചെയ്താൽ ഈ ലാബ് കംപ്ലീറ്റ് ആവും. അതൊന്ന് ഡിലീറ്റ് ചെയ്യാം കാർലോസിന്. ഇതാണ് വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷന്റെ ഒരു എക്സാമ്പിൾ. ഒരു നോർമൽ യൂസർ അഡ്മിൻ പാനൽ ആക്സസ് ചെയ്ത് അതിലൊരു യൂസറിനെ ഡിലീറ്റ് ആക്കി കളയും. ഒരു അഡ്മിൻ യൂസറിന് ഒരു സിസ്റ്റത്തിൽ ഒരുപാട് പെർമിഷൻസ് ഉണ്ടാവും. എന്ത് വേണമെങ്കിലും അയാൾക്ക് ചെയ്യാൻ പറ്റും. അതൊരു നോർമൽ യൂസറിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അഡ്മിൻ ആക്സസ് കിട്ടിയത് കൊണ്ട് നമുക്ക് ആ യൂസറിനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇനി വേറൊരു ലാബും കൂടി നോക്കാം. യൂസർ ID കൺട്രോൾ ബൈ റിക്വസ്റ്റ് പാരാമീറ്റേഴ്സ്. ഈ ലാബ് ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ ഒരു എക്സാമ്പിൾ ആണ്. കാർലോസിന്റെ API കീ സബ്മിറ്റ് ചെയ്താൽ ലാബ് കംപ്ലീറ്റ് ആവും. ലോഗിൻ ക്രെഡൻഷ്യൽസ് തന്നിട്ടുണ്ട്. യൂസർ നെയിം ബീനർ എന്നും പാസ്വേഡ് പീറ്റർ എന്നും. ലാബ് ആക്സസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ അക്കൗണ്ടിൽ ക്രെഡൻഷ്യൽസ് വെച്ച് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു API കീ കാണാം. ഇത് വീനറിന്റെ API കീ ആണ്. ഇനി ഇതില് URL ശ്രദ്ധിച്ചു നോക്കിയാൽ മൈ അക്കൗണ്ട് ID = വീനർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി കാർലോസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ റിസൾട്ട് നോക്കിയാൽ അപ്പൊ മാറിയിട്ടുണ്ട്. യൂസർ കാർലോസ് ആയി മാറി. അവിടെ കാർലോസിന്റെ API കീയും കൊടുത്തിട്ടുണ്ട്. ഇത് സബ്മിറ്റ് ചെയ്താൽ ഈ ലാബും കംപ്ലീറ്റ് ആവും. ഇതായിരുന്നു ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷന്റെ എക്സാമ്പിൾ. ഒരു യൂസറിൽ നിന്നും മറ്റൊരു യൂസറിലേക്ക് നമുക്ക് അക്കൗണ്ടിൽ മാറാൻ പറ്റും. ഇത് ഒരു ബ്രോക്കൺ ആക്സസ് കൺട്രോൾ വൾണറബിലിറ്റി ആണ്. ഈ വീഡിയോയിലുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.